ഒഴുകും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മഞ്ഞ് പെയ്തിറങ്ങുന്ന കുളിർത്തനൽ വീശുന്ന ഒരു ക്രിസ്മസ് രാവിലേക്ക് നടക്കവേ ക്രിസ്തുമസിന്റെ പ്രതീകങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ക്രൈസ്തവ ജീവിതത്തിന്റെ തന്നെ അർത്ഥതലങ്ങളുടെ മാറ്റുകൂട്ടുകയാണ്. കേരളക്കരയിലെ ഓരോ മനുഷ്യരും അധികം കേൾക്കാത്ത ഒന്നാണ് ക്രിസ്തുമസ് റീത്ത്. പുരാതന കാലം മുതലേ ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്ന ക്രിസ്തുമസ് റീത്തുകളുടെ ഉത്ഭവം 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പാരമ്പര്യം വ്യാപിച്ചു. അവ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുന്നു. ക്രിസ്തുമസ് റീത്തുകളിലേക്ക് നോക്കുമ്പോൾ അവ നൽകുന്ന ആധ്യാത്മിക അർത്ഥതലങ്ങൾ വളരെ ഏറെയാണ്. എവർഗ്രീൻ ചെടിയുടെ ശിഖരങ്ങൾ കൊണ്ടുള്ള വൃത്താകൃതിയിലുള്ള റീത്ത് നിത്യതയാണ് പ്രകടമാക്കുന്നത്. വൃത്തത്തിന് ആദിയും അന്തവും ഇല്ലാത്തതുപോലെ നമ്മോടുള്ള ദൈവസ്നേഹത്തിനു പരിധികളില്ലല്ലോ. ആദിയും അന്ത്യവും ആയവനെ പരിധികളില്ലാതെ സ്നേഹിച്ച് നിത്യതയിൽ എത്തിച്ചേരുവാൻ നമ്മെ ക്ഷണിക്കുന്ന ഒന്നല്ലേ ക്രിസ്തുമസ്. റീത്തിലെ മെഴുകുതിരികൾ നിത്യപ്രകാശമായ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതോടൊപ്പം ക്രിസ്തുമസിനോട് അടുക്കും തോറും ആ തിരികൾക്കു പ്രകാശം കൂടി വരുന്നു. ക്രിസ്തുമസിനായി ഒരുങ്ങുമ്പോൾ നിനക്കുള്ളിലെ പ്രകാശം കത്തിജ്വലിക്കുന്നുണ്ടോ? നിത്യപ്രകാശമായ ദൈവം പൈതലിനെ കണ്ടെത്തുവാനും സ്വീകരിക്കുവാനും നീ തയ്യാറാകുന്നുണ്ടോ എന്ന് പറയാതെ പറയുകയാണ് ക്രിസ്തുമസ് റീത്തുകൾ. ക്രിസ്തുമസ് റീത്തുകളിലെ 4 തിരികളിലെ 3 തിരികളും പരമ്പരാഗതമായി വയലറ്റ് തിരികളാണ്. ഇവ മൂന്നും പ്രാർത്ഥന, പ്രായശ്ചിത്തം, ബലി എന്നിവയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ പടക്കം പൊട്ടിച്ചോ കേക്കുകൾ മുറിച്ചോ അലങ്കാര തോരണങ്ങൾ തൂക്കിയിട്ടുകൊണ്ട് മാത്രമല്ല നാം ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത്. മറിച്ച് പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ജീവിത ബലിയിലൂടെയും കൂടിയാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടതെന്ന് ക്രിസ്തുമസ് റീത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാലചക്രത്തിന്റെ വേഗം വർദ്ധിക്കുമ്പോൾ ജീവിതത്തെ പച്ചപിടിപ്പിക്കാനായി നാം ഏവരും പായുമ്പോൾ ജീവിത ലക്ഷ്യം മാറുന്നു, വിശ്വാസങ്ങൾ മാറുന്നു. കുടുംബത്തിന്റെ ജീവിതത്തിന്റെ രാജാവും നാഥനുമായ ദൈവ പൈതലിനെ നാം മറന്നു പോകുന്നു. ഈ അവസരത്തിൽ ക്രിസ്തുമസ് റീത്തുകൾ ക്രിസ്തുവിന്റെ രാജത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെയും എന്റെയും ജീവിതത്തിന്റെ രാജാവും നാഥനുമായ ക്രിസ്തുവിന്റെ ആഗമനം. ആയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. ഈ ക്രിസ്തുമസ് റീത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ നിത്യതയിലേക്കുള്ള യാത്രയുടെ ആരംഭം ഇവിടെ നിന്ന് കുറിക്കട്ടെ. ക്രിസ്തുമസ് റീത്തുകളുടെ അർത്ഥതലങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്കും നിർമ്മിക്കാം ക്രിസ്തുമസ് റീത്തുകൾ. നമുക്കും ഒരുങ്ങാം ക്രിസ്തുമസിനായി.